ആധുനിക ഒമാന്റെ ശില്പി പ്രിയപ്പെട്ട സുൽത്താൻ ഖാബൂസിയോട് വാങ്ങിയിട്ട് ഇന്നേക്ക് 5 വർഷങ്ങൾ. 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തണുത്ത ജനുവരിയിലെ പ്രഭാതത്തിൽ ഒമാന്റെ ആകാശം അസാധാരണമായി മേഘാവൃതമായി. മൂടിക്കെട്ടിയ ആകാശത്തു നിന്ന് ചാറ്റൽ മഴ ഒമാന്റെ മാനം മുട്ടുന്ന മലനിരകൾ കരയുന്നതെന്നോണം പെയ്തു തുടങ്ങിയിരുന്നു. അത്രയും ദുഃഖകരമായ ഹൃദയഭേദകരമായ വാർത്ത അപ്പോഴേക്ക് എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഔദ്യോഗികമായി ദേശീയ ടെലിവിഷൻ ഒമാൻ TV ആ വാർത്ത പ്രഖ്യാപിച്ചപ്പോഴേക്കും രാജ്യത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും അലമുറകൾ ഉയർന്നു. ഞാൻ ജോലി ചെയ്യുന്ന ഒമാനിലെ ഔദ്യോഗിക ഇംഗ്ലീഷ് ദിനപത്രമായ ഒമാൻ ഒബ്സർവറിന്റെ ന്യൂസ് റൂമിൽ അന്ന് ഒട്ടുമിക്ക ജേർണലിസ്റ്റുകളും വാർത്തയറിഞ്ഞ് എത്തിയിരുന്നു. കനത്ത ശബ്ദത്തോടെ ഒമാൻ TVയിലെ ആ ന്യൂസ് റീഡർ വാർത്ത വായിച്ചതോടെ ന്യൂസ് റൂമിലെ ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫ് അടക്കമുള്ള എല്ലാ ഒമാനികളും വിദേശികളും പൊട്ടിക്കരഞ്ഞു. مولانا حضرة صاحب الجلالة السلطان قابوس بن سعيد بن تيمور المعظم الذي اختاره الله إلى جواره مساء يوم. പിന്നീട് പ്രിയപ്പെട്ട ബാബ ഖാബൂസിന്റെ ജീവനറ്റ ശരീരവുമായി ഔദ്യോഗിക വാഹനങ്ങൾ കടന്നുപോയപ്പോൾ ഒരു രാജ്യത്തിലെ ജനത മുഴുവൻ സങ്കടക്കടലായി അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട ഭരണാധികാരിയെ കാണാനെത്തി. ബാബ ഖാബൂസിനെ വഹിച്ച ആ വാഹനം കടന്നുപോയപ്പോൾ റോഡ് അരികിലെത്തി ജനസാഗരത്തിന്റെ കണ്ണുനീരിന് മുമ്പിൽ തിരക്ക് നിയന്ത്രിക്കാനായി നിന്ന പോലീസുകാർക്ക് പോലും കണ്ണീരടക്കാനായില്ല. ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിക്ക് ഇതിൽ പരം എന്ത് വിടവാങ്ങലാണ് വേണ്ടത്? ആ രാജ്യത്തിലെ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ അത്രമാത്രം ആഴത്തിലുള്ള സ്ഥാനമായിരുന്നു സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിനുണ്ടായിരുന്നത്. ഈ നാട്ടിലെ സ്വദേശികൾക്ക് മാത്രമായിരുന്നില്ല, ഒമാനിലെത്തിയ ഓരോ പ്രവാസിക്കും സുൽത്താൻ അത്രമാത്രം പ്രിയപ്പെട്ട ഭരണാധികാരിയായിരുന്നു. 1970 ജൂലൈ 23 സുൽത്താൻ ഖാബൂസ് ഭരണസാരഥ്യം ഏറ്റെടുക്കുമ്പോൾ അറബ് മേഖലയിൽ അധികമാരും അറിയാത്ത ഒരു രാജ്യമായിരുന്നു ഒമാൻ. ഒരു ഭരണാധികാരിയുടെ ദീർഘവീക്ഷണവും ഉൾക്കാഴ്ചയും ഒരു രാജ്യത്തെ മാറ്റിമറിക്കുന്ന അത്യപൂർവ കാഴ്ചയ്ക്കാണ് തുടർന്നുള്ള 50 വർഷക്കാലം സാക്ഷ്യം വഹിച്ചത്. ഇന്നേക്ക് പ്രിയപ്പെട്ട സുൽത്താൻ ഖാബൂസിയോട് വാങ്ങിയിട്ട് 5 വർഷങ്ങൾ. ബാബ ഖാബൂസിന്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം.